ഒരു കൃഷിക്കാരൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് അറിയാമോ? അത് പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്ത് വരുന്ന മഴയും വെള്ളവും. അത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കി. അപ്പം ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? കൃഷി തുടങ്ങാനുള്ള ആഗ്രഹം കൊണ്ട് കൃഷിക്ക് വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ച് വെച്ച് അതൊക്കെ ഒന്ന് റെഡിയാക്കി വരുമ്പോഴാണ് ഒരു പണി കിട്ടിയത്. വെൽക്കം ടു എപ്പിസോഡ് 2 ഓഫ് ഗ്രോയിങ് മൈ ഓൺ ഫുഡ്. കർഷകനാകുന്ന സ്വപ്നവും കണ്ട് രാത്രി കിടന്നുറങ്ങിയിട്ട് നേരത്തെ എണീറ്റ് പല്ല് കേൾക്കാൻ ബ്രഷ് എടുത്ത് നേരെ എന്നത് ഉണക്കാനിട്ടേക്കുന്ന കൊക്കോപ്പിൻ്റെ അടുത്തേക്കാണ്. പക്ഷെ അവിടെ ചെന്നപ്പം കൊക്കോപ്പിറ്റ് പോയിട്ട് കൊക്കോപ്പിൻ്റെ പൊടി പോലും ഇല്ല. പക്ഷെ ഇതെന്നോട് ചെയ്തത് ആരാന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം. എന്റെ ചകിരിച്ചോറ് അവിടെ എന്തിന്? ഒരു ചെറിയ പ്രശ്നമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് വരുന്നു. അടുത്ത 3 മണിക്കൂറിലെ പുതിയ മുന്നറിയിപ്പ്. തീവ്ര മഴയ്ക്ക് സാധ്യത. അതായത് സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം വീണ്ടും മഴ കനക്കാൻ സാധ്യത. ഇപ്പോഴും മഴ പെയ്തോണ്ടിരിക്കുകയാണ്. അപ്പം ഈ കൊക്കോപ്പിറ്റ് ഉണങ്ങാതെ ഇങ്ങനെ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അത് ഫെർട്ടിലൈസറുമായിട്ട് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് രണ്ടും ഗ്രോ ബാഗിൽ നിറയ്ക്കാൻ പറ്റത്തില്ല. ഈ വിത്ത് എനിക്ക് കിളിപ്പിക്കാനും പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് ഈ ഒരു അവസ്ഥയിൽ കിളിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കിളുത്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ വേരെല്ലാം ചീഞ്ഞ് ആ ചെടി അങ്ങ് പോകും. അതാണ് എനിക്ക് ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. മഴ കാരണം എൻ്റെ കൃഷി പ്രൊജക്റ്റ് ഇവിടെ പോസ് ചെയ്ത് വെക്കേണ്ട അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഐഡിയ സമയവും സന്ദർഭവും ഒക്കെ എനിക്കെതിരാണെങ്കിലും ഞാനങ്ങനെ എൻ്റെ സമയം ചുമ്മാ പാഴായി കളയാൻ ഉദ്ദേശിക്കുന്നില്ല. വെളിയിൽ കിളിപ്പിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ വീടിൻ്റെ അകത്ത് കിളിപ്പിക്കും കുരു. എൻ്റെ കയ്യിലുള്ളത് ടൊമാറ്റോ, കൊറിയാണ്ടർ, മല്ലിയില, പിന്നെ വെണ്ടയ്ക്ക, പിന്നെ കുക്കുംബർ, പിന്നെ ക്യാപ്സിക്കം. ഇതിൻ്റെ അകത്ത് ഞാൻ വെണ്ടയ്ക്കയും ക്യാപ്സിക്കവും ടൊമാറ്റോ മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കി എനിക്ക് വേറെ കുറച്ച് പ്ലാൻ ഉണ്ട്, അതാണ് ഞാൻ മാറ്റി വെക്കുകയാണ്. നമ്മളിന്ന് കിളിപ്പിക്കാൻ പോകുന്നത് ഇത് 3 ആണ്. ആദ്യം നമ്മൾ ഈ മേടിച്ചുകൊണ്ട് വന്ന ഈ സീഡ് നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം വെച്ചാൽ ഇതിൻ്റെ ഇത് പൊള്ളയായിട്ടിരിക്കുകയാണോ? കാരണം വെച്ചാൽ ഈ വെള്ളത്തിൽ ഇടുമ്പോഴത്തേക്കും താന്നു പോകുന്ന വിത്ത് മാത്രമേ കിളിക്കത്തുള്ളൂ എന്നാണ് യൂട്യൂബ് എന്നോട് പറഞ്ഞത്. അതാണ് നമുക്ക് അത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ടൊമാറ്റോ എടുക്കാം. ചെറുതായിരിക്കും. ഈ സീഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇതാണ് ടൊമാറ്റോയുടെ സീഡ്. എനിക്ക് കാണാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പം എടുക്കുന്നില്ല, ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ. ഒന്നുമില്ല. കുറച്ച് സീഡേ ഞാൻ എടുത്തിട്ടുള്ളൂ. വെള്ളത്തിട്ട് നോക്കുവാണ്. ഓക്കെ, അടുത്ത നമ്മൾ എടുക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക സീഡാണ്. ക്യൂട്ടക്സ് അടിച്ചിട്ട് നമുക്കത്തെ കളർ എനിക്കറിയത്തില്ല എന്താ ഈ കളർ ഒന്ന് കാണാവോ? ക്യൂട്ടക്സ് ആണ്. എനിക്ക് വലിയ അറിവൊന്നുമില്ല. അപ്പോൾ ഞാനൊരു 5-8 സീഡ് അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തെങ്ങിട്ട് വേണം 2-3 പൊങ്ങിക്കിടപ്പുണ്ട്. അടുത്ത നമ്മളെടുക്കുന്നത് കുക്കുംബർ, സോറി ക്യാപ്സിക്കം. കവറിൻ്റെ അകത്ത് വേറൊരു കവർ, കൊച്ചു കവർ. ക്യാപ്സിക്കിൻ്റെ സീഡ് സാറിന് നമ്മുടെ മുളകിൻ്റെ ഒക്കെ അരി കണക്കത്തെ അരി. എനിക്ക് ഇതിൻ്റെ അകത്ത് തക്കാളിയുടെ മുളകിൻ്റെ അതായിട്ട് മാറിപ്പോത്തില്ലായിരിക്കും. ഞാൻ ഇതിട്ട് വേണം. ഓക്കെ, ഇത് 3 നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത്. ഇതൊരു 1 മണിക്കൂർ 1/2 മണിക്കൂർ വെക്കണമെന്ന് തോന്നുന്നു. എന്നാലും ഇത്തിരി വെള്ളം പിടിച്ചിട്ട് താഴെത്തുള്ളൂ. അതിലേക്ക് നമുക്ക് നടത്തി നോക്കാം. ചിലപ്പം ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ഉള്ള ഇതൊക്കെ താന്നു പോകും. ബാക്കി എല്ലാ കുരുവും താന്നെങ്കിലും രണ്ട് അഹങ്കാരികളായ വെള്ളരിക്ക പോട്ടെ
വെണ്ടയ്ക്കയുടെ കുരു മാത്രം പൊങ്ങി കിടക്കുന്നുണ്ട്. നോക്കൂ, ഉണ്ടോ? ഓക്കെ, 1.5 മണിക്കൂർ ഇരിക്കേണ്ട ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രോസസ്സിലേക്ക് കിടക്കുകയാണ്. നമുക്ക് ഇനിയും വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കോട്ടൺ തുണി അല്ലെങ്കിൽ മറ്റേ പേപ്പർ ടവലാണ് മതി. എൻ്റെ പേപ്പർ ടവൽ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇപ്പോൾ കൂടുതലുള്ള കോട്ടൺ തുണി ആയതുകൊണ്ട് ഞാൻ കോട്ടൺ തുണി എടുത്തു. ഓക്കെ, പിന്നെ ഒരു ബോക്സ് ആണ്, ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സ്. കോട്ടൺ തുണി എടുത്ത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെക്കുക. എന്നിട്ട് വെള്ളം കളഞ്ഞ് കുരു മാത്രം എടുക്കാം. ഇതായിരുന്നു വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന 2 കുരുക്കൾ അത് ഞാൻ മാറ്റി വെക്കുന്നത്. ബാക്കി നമ്മുടെ സാധനമൊക്കെ നിങ്ങൾക്ക് കാണാം. ഇത്ര ഉണ്ട്. അപ്പോൾ ഈ സീഡൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇടാൻ പോവാണ്. എല്ലാം വീഴുന്നു, എല്ലാം വീഴുന്നുണ്ട്. ഒരു പെടി എന്നിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എനിക്ക് മിക്കവാറും എനിക്ക് ക്യാപ്സിക്കത്തിൻ്റെയും ഈ ടൊമാറ്റോയുടെയും കുരു തമ്മിൽ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം ഞാനൊന്ന് ക്യാപ്സിക്കത്തിൻ്റെ അടുത്ത് ഇപ്പുറത്തോട്ട് മാറ്റിയിടുവാണ്. നമ്മൾ എന്നിട്ട് ഇതിൻ്റെ അകത്ത് വെള്ളം ഞാൻ നേരത്തെ വെച്ചിട്ട് സ്പ്രേ ചെയ്യാനുള്ള നമ്മൾ ഇതൊന്ന് നന്നായിട്ട് മൂടി വെള്ളം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. വെള്ളം എല്ലായിടത്തും എത്തുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതൊന്നും എൻ്റെ അല്ല കേട്ടോ, ഇതെല്ലാം യൂട്യൂബിൽ കിട്ടി എനിക്ക്. നമുക്ക് വല്ലതും നടക്കുമെന്നൊക്കെ കണ്ടറിയാം. ഒന്ന് എയർടൈറ്റ് പറഞ്ഞു വെള്ളം ഒലിച്ചു നിറങ്ങില്ല. ഓക്കെ, ഒന്നിനൊരു കുറവ് വേണ്ട. മതിയാവുമെന്ന് തോന്നുന്നു. നമുക്ക് അടച്ച് ഇനിയും ഇതിന് വളരാനായിട്ട് ഓക്സിജൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്സിജൻ്റെ ആവശ്യമില്ല, നമ്മുടെ ഈ വെയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഇതിൻ്റെ അകത്ത് നിന്ന് എയർ ടൈറ്റ് ആയിട്ട് ഇതിന് കുറച്ച് ചൂട് വേണം. ചൂടുണ്ടെങ്കിലേ വളരത്തുള്ളൂ. അത് കാരണം നമുക്ക് ഇത് എവിടെയെങ്കിലും ഇത് ചെയ്തിട്ടും ചൂട് കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുവരണം. ഞാൻ എൻ്റെ സ്വപ്നങ്ങളൊരു പെട്ടിക്കകത്താക്കി എവിടെ വെക്കുമെന്നുള്ള ഒരു ഇതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ഇരുട്ടാതെ കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. എല്ലാം എന്തായാലും സെറ്റായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അത് എത്ര ദിവസം കൊണ്ട് എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. മാക്സിമം എനിക്ക് തോന്നുന്നത് ഒരു 2 ദിവസം പിടിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പം ഇനിയും അടുത്ത എപ്പിസോഡ് ഇത് കിളുക്കുവാണെങ്കിൽ നമുക്കിത് നടുന്നതായിരിക്കും അടുത്തത്. അപ്പോഴത്തേക്കും എൻ്റെ കോക്കോപ്പീറ്റൊക്കെ ഉണങ്ങും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം മഴ കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ വെയിലില്ല, അതുകൊണ്ട് നമുക്ക് കാര്യമില്ല. അപ്പം അടുത്ത എപ്പിസോഡ്.